നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം തുടരുന്നു. MLA ഓഫീസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പൂട്ടും താക്കോലുമായി ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച്. പീഡനവീരന്മാരിൽ നിന്നും രക്ഷ നേടാൻ കായികമുറകൾ പ്രദർശിപ്പിച്ച SFIയുടെ പ്രതീകാത്മക പ്രതിഷേധം. MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് മുന്നോട്ടം. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച മുതലമടയിലെ ഹോം സ്റ്റേ ഉടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു. ഹോം സ്റ്റേ ഉടമ ഒളിവിൽ തുടരുന്നതിൽ ദുരൂഹത. മുതലമടയിലെ അനധികൃത റിസോർട്ടുകളെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്നും ദളിത് നേതാക്കൾ. പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്തുണ്ടായ ബോംബ് സ്ഫോടനം സംബന്ധിച്ച പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോൺഗ്രസ്. നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. അന്വേഷണം വഴിതിരിച്ചുവിടുന്നത് CPM RSS ധാരണയുടെ ഭാഗമെന്ന നേതാക്കൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും ധാരണയിലെത്തിയതിന്റെ തെളിവാണിതെന്ന് KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ്. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം തുടരുന്നു. ലൈംഗിക ആരോപണത്തിലകപ്പെട്ട MLAയുടെ ഓഫീസിലേക്ക് പൂട്ടും താക്കോലുമായി യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. ലൈംഗിക ആരോപണത്തിലകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് പൂട്ടും താക്കോലുമായി യുവമോർച്ച പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് മാർച്ച് തടഞ്ഞു. പൂട്ടും താക്കോലുമായി ഇരുവഴികളിലൂടെയാണ് യുവമോർച്ച പ്രവർത്തകർ MLA ഓഫീസിലേക്ക് നീങ്ങിയത്. ആരോപണ വിധേയനായ MLAയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് യുവമോർച്ച പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ, നെന്മാറ മണ്ഡലം പ്രസിഡന്റ് നിർമ്മൽ കുമാർ, ഷിനു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഷ്ട്രീയത്തിൽ മൂല്യബോധം തിരിച്ചുകൊണ്ടുവരണമെന്ന് പാലക്കാട് മുന്നോട്ട്. ആരോപണ വിധേയനായ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചുവിളക്കിൽ പാലക്കാട് മുന്നോട്ട് പ്രകടനം നടത്തി. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മൂല്യബോധം തിരിച്ചുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർ കോട്ടമൈതാനം അഞ്ചുവിളക്കിൽ പ്രകടനം നടത്തിയത്. സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കുറച്ചു വർഷങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ മൂല്യബോധമുള്ളവരെയും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരെയും വളർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ അഴിമതിക്കാരും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും വിവിധ പാർട്ടികളുടെ തലപ്പത്ത് വരുന്ന കാഴ്ചയാണുണ്ടായത്. മൂല്യച്യുതിക്ക് നേരെ പാർട്ടികൾ കണ്ണടച്ചു. തെളിവോടെ ലഭിച്ച കേസുകൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോയി. മുളയിലെ നുള്ളിവിടാത്തതുകൊണ്ടാണ് പിന്നീട് നേതാക്കൾ ലൈംഗിക അപവാദത്തിലും അഴിമതിയിലും പെടുമ്പോൾ പാർട്ടികൾക്ക് ക്ഷീണമുണ്ടാകുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു BJP സംസ്ഥാന നേതാവ് സന്ധ്യ കഴിഞ്ഞാൽ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്ന് ഒരു സ്ത്രീ പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വന്ന് പരസ്യമായി പറഞ്ഞിട്ടും പാർട്ടിയും മാധ്യമങ്ങളും തലയിലേറ്റി നടക്കുന്ന കാഴ്ചയാണുണ്ടായത്. ഇനിയും ഇത്തരക്കാരെ മത്സരിപ്പിച്ചാൽ ഏത് പാർട്ടിയാണെങ്കിലും അവർക്കെതിരെ പാലക്കാട് മുന്നോട്ട് പ്രചരണം നടത്തും. ആരോപണ വിധേയനായ പാലക്കാട് MLA രാജിവെക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷം കുറച്ച് വർഷങ്ങളും രാഷ്ട്രീയത്തിൽ മൂല്യബോധമുള്ളവരും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരുമായിരുന്നു ഓരോ പാർട്ടികളെയും നയിച്ചിരുന്നത്. പിന്നീടിപ്പോൾ ജനങ്ങളോട് ഒരു കടപ്പാടുമില്ലാത്ത അഴിമതിക്കാരും അനാശാസ്യക്കാരുമായ ആൾക്കാരാണ് ഓരോ പാർട്ടിയുടെയും തലപ്പത്ത് വരുന്നത്. അവരെ നിയന്ത്രിക്കാനോ അവരെ മുളയിൽ തന്നെ നുള്ളിക്കളയാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഏതെങ്കിലും ലൈംഗിക അപവാദത്തിലോ അഴിമതി കേസുകളിലോ പെടുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രശ്നങ്ങളുണ്ടാകുന്നതും അവർ ജനങ്ങളാൽ വെറുക്കപ്പെടുന്നതും. അഞ്ചുവിളക്കിലെ പ്രതിഷേധ പരിപാടിക്ക് ഡോക്ടർ MN അൻവറുദ്ദീൻ, S സുരേന്ദ്രൻ, അബ്ദുൽ ജലീൽ, പോൾ ജയരാജ്, M മണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീഡനവീരന്മാരിൽ നിന്നും രക്ഷ നേടാൻ കായികമുറകൾ പഠിക്കണമെന്ന് SFI. പാലക്കാട് കായികമുറകൾ പ്രദർശിപ്പിച്ച് SFI വേറിട്ട സമരം നടത്തി. പീഡനാരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിരുന്നു
SFIയുടെ സെൽഫ് ഡിഫൻസ് സമരം. പാലക്കാട് നഗരത്തിൽ SFI വിദ്യാർത്ഥിനി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സ്ത്രീകളെ കൊല്ലാൻ തനിക്ക് സെക്കൻഡുകൾ മതിയെന്ന രാഹുലിൻ്റെ ഭീഷണിക്കെതിരെയാണ് പ്രതീകാത്മക പ്രതിരോധം തീർത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതെന്ന് SFI പാലക്കാട് ജില്ലാ സെക്രട്ടറി S. വിപിൻ പറഞ്ഞു. പെൺകുട്ടികളുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. പൊതുവെ ഈ നമ്മുടെ ചുറ്റുപാടും നടന്നു പോകുന്ന ഇപ്പം തന്നെ ഒരുപാട് ക്രൂരതകൾ നമ്മുടെ ചുറ്റുപാടും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എതിരെ നടന്നു പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രതിഷേധിക്കുകയാണ്. നാട്ടിലുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം സ്വാതന്ത്ര്യവും ഒക്കെ ഉറപ്പാക്കേണ്ട ആൾക്കാർ തന്നെ, ഭരണം നടത്തുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള നാണം കെട്ട പ്രവർത്തനങ്ങൾ നാട്ടിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നല്ല, ഇതിനപ്പുറം നമ്മൾ പ്രതിഷേധിക്കണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കാട്ടൂർ പഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. പണവും സ്വർണവും കവർന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ക്ഷേത്രം ഓഫീസിലെ പൂട്ടും ഓഫീസിനുള്ളിലെ അലമാരയുടെ പൂട്ടും കുത്തി തുറന്നാണ് പണവും സ്വർണവും കവർന്നത്. കൂടാതെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTVയുടെ DVRും മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട്. പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം അറിഞ്ഞത്. ഏകദേശം 2 പവനോളം സ്വർണവും 10,000-ലധികം രൂപയും നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് പെരിഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തിത്തുറന്ന പണം കവർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആദിവാസി യുവാവിനെ 6 ദിവസം പട്ടിണിക്കിട്ട് മർദ്ദിച്ച മുതലമടയിലെ ഹോം സ്റ്റേ ഉടമയെ ഒളിവിൽ ദുരൂഹതയുണ്ടെന്ന് ദലിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു. മുതലമടയിലെ അനധികൃത റിസോർട്ടുകളെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും IK ബാബു പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ മുതലമട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ അക്രമം വർദ്ധിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്നും ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു ആവശ്യപ്പെട്ടു. മുതലമട ഗ്രാമപഞ്ചായത്തിലെ മൂച്ചാകുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന ആദിവാസി യുവാവിനെ വീട്ടിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. 6 ദിവസമാണ് ഭക്ഷണം പോലും നൽകാതെ ക്രൂരമായി പീഡിപ്പിച്ചത്. ഉദർകുളം കാടിന് സമീപം പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഗ്രേറ്റ് ഫാം ഹൗസിൽ വെച്ചാണ് യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയത്. ഇതിനുത്തരവാദിയായ റിസോർട്ട് ഉടമ പ്രഭുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് AK ബാബു ആവശ്യപ്പെട്ടു. തിരുനാവുക്ക എന്നയാളുടെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസി ദളിത് സംഘടനാ നേതാക്കളും ജനകീയ വികസന സമിതി നേതാക്കളും ചേർന്നാണ് വെള്ളയനെ മോചിപ്പിച്ചത്. മുതലമട പഞ്ചായത്തിലെ അനധികൃത റിസോർട്ടുകളെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ആൾ അങ്ങനെയുള്ള ഒരാളാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ ദയവായി നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ ജില്ലയുടെ ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ദേവിയൊക്കെ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടു ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിക്കൊണ്ട് ആ പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ രേഖയില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത, അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ റിസോർട്ടുകളും അടച്ചുപൂട്ടുകയും അല്ലെങ്കിൽ അതിന് തക്കതായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പം ഇവിടെ നടക്കുന്ന ഇതുപോലെയുള്ള ക്രൂരമായ നടപടികൾ അവസാനിക്കണം. കാരണം മുതലമട ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിലുള്ള വെള്ളയൻ എന്ന് പറഞ്ഞ ഞങ്ങളിൽപ്പെട്ട ഒരു സഹോദരന്റെ 6 ദിവസം പൂട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെയും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാതെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ട് അകത്ത് വേറൊരു അവിടെ ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു മെസ്സേജ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ദളിത് ആദിവാസി മുന്നണി നേതാക്കന്മാരും JVM എന്ന് പറഞ്ഞ അവിടുത്തെ ആ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേയേറെ നല്ല മനുഷ്യർ ചേർന്ന ഒരു ഗ്രൂപ്പാണ് JVM എന്ന് പറഞ്ഞ വികസന മുന്നണിക്കാരും കൂടി ചേർന്നാണ്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി EM കുഞ്ഞുമോൻ, ഭാരവാഹികളായ സോമൻ വെള്ളിയാമ്പള്ളി, ഗോപി ഒട്ടക്കൽ, ദളിത് ആദിവാസി സംഘടനാ നേതാക്കളായ ശിവരാജ്, മാരിയപ്പൻ നീളിപ്പാറ, ജനകീയ വികസന സമിതി നേതാക്കൾ, സാങ്കേതം മൂപ്പന്മാരായ ചിന്നച്ചാമി മൂപ്പൻ, ഗോപാലകൃഷ്ണൻ മൂപ്പൻ, ഭഗവതി മൂപ്പൻ, വെള്ളയൻ, രാമൻകുട്ടി, തിരുനാവക്കരസു,
കൽപ്പനാദേവി, താജുദ്ദീൻ, മണികണ്ഠൻ, MK തങ്കവേൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM BJP അവിശുദ്ധ ധാരണ സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലീബ്. മൂത്താന്തറ സ്കൂൾ പരിസരത്തുണ്ടായ സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം തൃപ്തികരമല്ലെന്നാരോപിച്ച് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂത്താന്തറയിൽ RSS നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാപീഠം സ്കൂളിൽ ഒരാഴ്ച മുമ്പ് നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് കാണിക്കുന്ന നിഷ്ക്രിയത്വം വലിയ അനാസ്ഥയാണ് വെളിവാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകൂട്ടിയുണ്ടാക്കിയ ധാരണയുടെ ഭാഗമായാണ് ഇടതു സർക്കാർ ഈ പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടാത്തതെന്നും BA അബ്ദുൽ മുത്തലിബ് കുറ്റപ്പെടുത്തി. പാലക്കാടിനെ നടുക്കിയ ഈ സംഭവം 7 ദിവസമായിട്ട് പ്രതിയെ പിടിക്കുവാനും ആ സ്കൂൾ കോമ്പൗണ്ടിൽ പൊട്ടിയ ബോംബിനെ കുറിച്ച് അന്വേഷിക്കുവാനും ഇതുവരെ പാലക്കാട്ടെ പോലീസുകാർ, ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ചെറുവിരൽ പോലും അനക്കാനോ അന്വേഷണം നടത്താനോ തുനിയാതെ നിഷ്ക്രിയത്വത്തോടുകൂടി പെരുമാറുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയാകുമാരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് മാധവൻ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്ദം, കോൺഗ്രസ് നേതാക്കളായ PR പ്രസാദ്, PH മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുരിശി, പരുത്തിപ്പുള്ളി, കരിങ്കുളം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് പാട്ടത്തിനെടുത്ത കൃഷിയിറക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വിളവെടുപ്പുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. മുൻ MLA AV ഗോപിനാഥ്, CDS ചെയർപേഴ്സൺ ബിന്ദു, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഡ്രൈവർമാർ ഓട്ടത്തിനിടയ്ക്ക് കിട്ടുന്ന സമയം വിനിയോഗിച്ച് കൃഷിയിറക്കിയത് ശ്ലാഘനീയമാണെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. വിളവെടുത്ത പൂക്കൾ പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും ഓണാഘോഷത്തിന് ഡ്രൈവർമാരായ കർഷകർക്ക് വില നൽകി ഉപയോഗിക്കണമെന്നും AV ഗോപിനാഥ് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആളുകൾക്കെല്ലാം തന്നെ മരുന്നോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല പച്ചക്കറി ലഭിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഒരു ജൈവ കൃഷിയുടെ ഏറ്റവും വലിയ മോഡലാണ് പെരുങ്കുരിശി പഞ്ചായത്തിൽ ഓട്ടോ ഡ്രൈവർമാർ നടത്തിയിട്ടുള്ളത്. അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. അതിൻ്റെ ബാക്കി പൂക്കൾ മുഴുവൻ വലിച്ച് കൊണ്ടുപോയി പഞ്ചായത്ത് ഓഫീസിൻ്റെ പൂക്കള മത്സരത്തിനും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഈ പദ്ധതിയുമായി വന്നിട്ടുള്ളത്. ഇതേസമയം കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹിക വിരുദ്ധർ ചെണ്ടുമല്ലി കൃഷി വെട്ടി നശിപ്പിച്ചിരുന്നു. ശേഷിക്കുന്ന ചെടികളിലെയാണ് വിളവെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗുരുവായൂരപ്പന് വഴിപാടായി കളഭം പാക്കിംഗ് മെഷീൻ. തമിഴ്നാട് സ്വദേശിയായ വൈദ്യനാഥാണ് ഈ ഉപകരണം സമർപ്പിച്ചത്. ആധുനിക ന്യൂമാറ്റിക് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നതാണ് മെഷീൻ. പാക്കിംഗ് നടക്കുന്നതിനോടൊപ്പം തയ്യാറായ പാക്കറ്റുകളുടെ എണ്ണം കൂടി പ്രദർശിപ്പിക്കുന്നതിനാൽ ആവശ്യാനുസരണം മെഷീൻ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം C മനോജ്, വഴിപാടുകാരൻ വൈദ്യനാഥൻ എന്നിവർ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ മെഷീൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ PK സുശീല, CR ലജുമോൾ, മെഷീൻ രൂപകൽപ്പന ചെയ്ത മുകുന്ദൻ, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരോട് ക്ഷീരോത്പാദക സഹകരണ സംഘം വാർഷിക ജനറൽ ബോഡി യോഗവും സംഘം ഓഫീസിൽ ചേർന്നു. പ്രസിഡന്റ് K സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. യോഗത്തിൽ ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് K ഹരിദാസൻ സ്വാഗതം പറഞ്ഞു. മിൽമ പ്രതിനിധി നാരായണൻകുട്ടി, സൂപ്പർവൈസർ OA അമൃത തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണസമിതി അംഗങ്ങൾ, കർഷകർ, ജീവനക്കാർ എന്നിവരും യോഗത്തിനെത്തിയിരുന്നു. സംഘം സെക്രട്ടറി V ഷീജ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ സന്താന ഗോപാലമൂർത്തി വിഷ്ണു ക്ഷേത്രത്തിൽ സംഗീത കച്ചേരി അരങ്ങേറി. അങ്ങാടിപ്പുറം ശ്രീദേവി ടീച്ചറുടെ ശിഷ്യരായ ശ്രീലക്ഷ്മി, ശ്രീബാല എന്നിവരാണ് ഓഗസ്റ്റ് മാസത്തിലെ സ്പെഷ്യൽ പരിപാടിയായി സംഗീത കച്ചേരി അവതരിപ്പിച്ചത്. മനോജ് കുളപ്പുള്ളി
മൃദംഗത്തിലും VT ശങ്കരനാരായണൻ വയലിനിലും പിന്നണി തീർത്തു. സംഗീത കച്ചേരിക്ക് ശേഷം പ്രസാദ വിതരണമുണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC. രാജീവ്, ട്രഷറർ AK. മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K. ഉണ്ണികൃഷ്ണൻ, T. മുരളീധരൻ, KA. ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം തുടരുന്നു. MLA ഓഫീസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പൂട്ടും താക്കോലുമായി ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച്. പീഡനവീരന്മാരിൽ നിന്നും രക്ഷ നേടാൻ കായിക മുറകൾ പ്രദർശിപ്പിച്ച SFIയുടെ പ്രതീകാത്മക പ്രതിഷേധം. MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് മുന്നോട്ടം. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച മുതലമടയിലെ ഹോം സ്റ്റേ ഉടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു. ഹോം സ്റ്റേ ഉടമ ഒളിവിൽ തുടരുന്നതിൽ ദുരൂഹത. മുതലമടയിലെ അനധികൃത റിസോർട്ടുകളെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്നും ദളിത് നേതാക്കൾ. പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്തുണ്ടായ ബോംബ് സ്ഫോടനം സംബന്ധിച്ച പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോൺഗ്രസ്. നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. അന്വേഷണം വഴിതിരിച്ചുവിടുന്നത് CPM RSS ധാരണയുടെ ഭാഗമെന്ന നേതാക്കൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും ധാരണയിലെത്തിയതിന്റെ തെളിവാണിതെന്ന് KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.